കൊച്ചിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്, കുടിവെള്ളക്ഷാമം എന്നുള്ളത്. ഇത് ദിവസങ്ങളായി വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്തായാലും സുവി വിശ്വനാഥൻ നമുക്ക് അവിടെ നിന്ന് തുടരുന്നുണ്ട്. സുവി, എന്തായാലും ഈ കുടിവെള്ളക്ഷാമം അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? ഈ പാഴൂരിലെ കിണറ്റിൽ മോട്ടോർ സ്ഥാപിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രശ്നപരിഹാര ശ്രമം അതെങ്ങനെ പുരോഗമിക്കുന്നു? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൊച്ചി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത് ഈ കുടിവെള്ളക്ഷാമമാണ്. കൊച്ചിയുടെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും കായലിനോടും കടലിനോടും അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം അനുഭവപ്പെടുകയാണ്. ഈ സ്ഥലങ്ങളിൽ ബോർവെല്ലുകൾ പോലും സാധ്യമല്ല. അതുകൊണ്ട് കൃത്യമായി ജലം എത്തിക്കേണ്ടതുണ്ട്. അത് എത്തിച്ചു പോന്നിരുന്നൊരു സംവിധാനമായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് മോട്ടോറുകൾ കേടുവന്നത്. ഇതിന് ജല അതോറിറ്റിയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് താൽക്കാലികമായ ഒരു പരിഹാരം എന്ന രീതിയിൽ ആലപ്പുഴ തൈക്കാട്ടുശ്ശേരിയിൽ നിന്നും മറ്റും ടാങ്കറുകളിൽ, വലിയ ടാങ്കറുകളിലാണ് വെള്ളം എത്തിക്കുന്നത്. 45,000 ലിറ്ററിൻ്റെ വലിയ ടാങ്കറുകൾ, 25,000 ലിറ്ററിൻ്റെ ടാങ്കറുകൾ. അതിൽ വെള്ളം എത്തിച്ചതിന് ശേഷം പശ്ചിമ കൊച്ചിയിൽ എത്തിച്ച് അവിടെ നിന്ന് ചെറിയ ടാങ്കറുകളിലേക്ക് മാറ്റിക്കൊണ്ട് വെള്ളം വിതരണം ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ ചേരി പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഈ ടാങ്കറുകൾക്ക് അവിടേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴും അനുഭവപ്പെടുന്നു. പക്ഷേ ഇത് പൂർണ്ണമായി പരിഹരിക്കാൻ മാർച്ച് 4 വരെ സമയം എടുക്കും എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതിനുള്ള ഒരു സമയം എന്തായാലും എടുക്കും. കാരണം മൂവാറ്റുപുഴയാറിലെ ഈ പാഴൂരിലെ മോട്ടോർ പമ്പുകൾ നന്നാക്കേണ്ടതുണ്ട്. അത് നന്നാക്കാൻ കാലതാമസം എടുക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും താൽക്കാലികമായി ഒരു ചെറിയ പ്രശ്നപരിഹാരം എന്ന രീതിയിൽ വെള്ളം എത്തിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു പൂർണ്ണമായ അർത്ഥത്തിലേക്ക് ആയിട്ടില്ല. അതിന് ഇനിയും സമയമെടുക്കും. സുവി, അതേസമയം തന്നെ ഈ എത്തിക്കുന്ന വെള്ളം കുടിക്കാൻ യോഗ്യമല്ല എന്നുള്ള വലിയൊരു പ്രശ്നം കൂടിയില്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ നിന്ന് നാട്ടുകൂട്ടം നടത്തിയിരുന്നു. അവിടുത്തെ ജനങ്ങളുടെയൊക്കെ വലിയൊരു പ്രതിഷേധം അതുതന്നെയാണ്. അതായത് ഈ എത്തിക്കുന്ന വെള്ളം കരിയോയിൽ പോലെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഉപ്പുരസമാണ്. ഇത് കഴിക്കാനോ പാചകത്തിനോ കുളിക്കാനോ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും അവരുടെ ഒരു പ്രശ്നമല്ലേ? മഞ്ഞ കലർന്ന വെള്ളം പലയിടങ്ങളിലും ടാങ്കർ ലോറികളിൽ എത്തിക്കുന്നുണ്ട് എന്നൊരു ആശങ്ക ജനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്, സങ്കടം പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും അങ്ങനെയൊരു സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശുദ്ധജലം പരമാവധി എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ ചിലയിടങ്ങളിൽ ഈ ശുദ്ധജലത്തിൻ്റെ ലഭ്യത കുറയുന്നുണ്ട്. പക്ഷേ അത് താരതമ്യേന കുറവാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാക്കി ശുദ്ധജലം പരമാവധി എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനാണ് ഈ തൈക്കാട്ടുശ്ശേരി ഇത്രയധികം ദൂരത്ത് നിന്ന് പശ്ചിമ കൊച്ചിയിലേക്ക് വെള്ളം കൊണ്ടുവരുന്നത്. തൈക്കാട്ടുശ്ശേരിയിൽ നിന്ന് ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നത്, പരമാവധി ശുദ്ധജലം എത്തിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത്. പക്ഷേ ഈ ഒരു പരാതി ജനങ്ങൾക്കിടയിലുണ്ട്. അത് ചിലപ്പോഴെങ്കിലും സത്യമാവുകയും ചെയ്യുന്നുണ്ട്. ആര്യ.